ദേശീയ പണിമുടക്കിനൊരുങ്ങി ട്രേഡ് യൂണിയനുകൾ. പുതിയ ലേബർ കോഡുകൾക്കെതിരെ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന പണിമുടക്ക് ബുധനാഴ്ച അർദ്ധരാത്രി ആരംഭിക്കും. 24 മണിക്കൂറാണ് പണിമുടക്ക്. ഇതിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ ചവറയിൽ ഗേറ്റ് മീറ്റിംഗ് നടത്തി. തൊഴിലാളി വിരുദ്ധമായ ലേബർ കോഡുകൾ പിൻവലിക്കുക, വൈദ്യുതി നിയമ ഭേദഗതി ബിൽ പിൻവലിക്കുക, തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, വിത്ത് ബിൽ ഉപേക്ഷിക്കുക തുടങ്ങി വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 12-ന് അഖിലേന്ത്യാ പൊതുപണിമുടക്ക് നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി NCCO-E-യുടെ നേതൃത്വത്തിൽ KSEB ഓഫീസിന് മുന്നിൽ ഗേറ്റ് മീറ്റിംഗ് സംഘടിപ്പിച്ചു. ചവറയിലാണ് യോഗം സംഘടിപ്പിച്ചത്. ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി രാജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞു. കാരണം ഈ നരേന്ദ്രമോദി സർക്കാർ 3ാം ടൈം വന്നതിന് ശേഷവും ഒരുപാട് തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ പ്രധാനപ്പെട്ട ആവശ്യപ്പെടുന്ന വൈദ്യുതി ഭേദഗതി ബിൽ 2025 പിൻവലിക്കുക, അതുപോലെ ശാന്തി ബിൽ പിൻവലിക്കുക, വിത്ത് നിയമം പിൻവലിക്കുക, ഇൻഷുറൻസ് ബില്ല് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പണിമുടക്ക് നടത്തുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാം ഇലക്ട്രിസിറ്റി മേഖല വർക്ക് ചെയ്യുന്നവരാണ്. അങ്ങനെ നമുക്കിപ്പോൾ ഏറ്റവും അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് സോളാറുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്ക് ഇഷ്ടംപോലെ സോളാർ ആപ്ലിക്കേഷൻസ് ധാരാളം ഇവിടെ വരും. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2460 മെഗാവാട്ടിൻ്റെ സോളാർ നിലയങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ സ്ഥാപിതത്. ഉത്തരേന്ത്യയിലാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ, അത് പുറപ്പുറയല്ല, അല്ലാതെ തന്നെ വലിയ പാടങ്ങളൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് വൻ രീതിയിലുള്ള സോളാർ നിലയങ്ങൾ ഉത്തരേന്ത്യയിൽ സ്ഥാപിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഈ സ്ഥാപിക്കുന്ന വൈദ്യുതി തന്നെ ഗ്രിഡിലേക്ക് കടത്തിവിടാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം അത്രയും പ്രൊഡക്ഷനാണ് നമ്മുടെ രാജ്യത്തുണ്ടാകുന്നത്. സലിം അധ്യക്ഷത വഹിച്ചു. സന്തോഷ്, ജഗദീഷ്, പ്രേംകുമാർ, ബൈജു, നിസാം, റാമോഹൻ, MG ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.